നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയുടെ നട്ടല് തകർത്ത് ലെബനനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ബെയ്റൂട്ടിൽ ഇസ്രായേൽ തുടർച്ചയായി ബോംബാക്രമണം നടത്തുന്നുണ്ട്. ഈ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഖുബൈസി ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു. ഖുബൈസിയുടെ കൊലപാതകം ഹിസ്ബുള്ളയ്ക്ക് വലിയ നഷ്ടമാണെന്നാണ് വിലയിരുത്തൽ. 2006 ശേഷം ആദ്യമായാണ് ലെബനനിൽ ഇത്രയും വലിയ നാശനഷ്ടം സംഭവിക്കുന്നതെന്ന് ലെബനൻ സർക്കാർ പറഞ്ഞു. തിങ്കളാഴ്ച മാത്രം ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ 558 പേർ മരിച്ചതായി ലെബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബൈദ് പറഞ്ഞു. വിനാശകരമായ സ്ഫോടനത്തിനൊപ്പം ലെബനനിൽ ആരംഭിച്ച സൈനിക നടപടിയെ നോർത്തേൺ ആരോസ് എന്നാണ് ഇസ്രായേൽ നാമകരണം ചെയ്തത്. ഇസ്രായേലിന്റെ അഭിപ്രായത്തിൽ വടക്കൻ ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നതാണ് ഈ ഓപ്പറേഷന്റെ ലക്ഷ്യം. വടക്കൻ ഇസ്രായേലിലെ നഗരങ്ങൾ ഹിസ്ബുള്ളയിൽ നിന്ന് മോചിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഇസ്രായേൽ പറയുന്നു. വടക്കൻ ഇസ്രായേലിന്റെ അതിർത്തിയുടെ മറുവശത്ത് ഹിസ്ബുള്ളയ്ക്ക് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളുണ്ട്. ഈ ലോഞ്ച് പാഡുകളിൽ നിന്നാണ് അവർ റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. ഓപ്പറേഷൻ നോർത്തേൺ ആരോസിന്റെ കീഴിൽ ഹിസ്ബുള്ളയും അതിന്റെ സൈനിക ശക്തിയും നശിപ്പിക്കപ്പെടാനുള്ള കാരണവും ഇതാണ്. ഹിസ്ബുള്ളയുടെ കമാൻഡ് പോസ്റ്റുകൾ, ഒളിത്താവളങ്ങൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ, ആയുധ സംഭരണശാലകൾ, റോക്കറ്റ് ഫാക്ടറികൾ എന്നിവ IDF ആക്രമണത്തിൽ തകർന്നു. സദേൺ കമാൻഡ് ചീഫ് അലി കരാക്കിയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വത്തിൽ ഇനി നസ്രല്ല മാത്രമാണ് അവശേഷിക്കുന്നതെന്നും മറ്റുള്ളവരെല്ലാം കൊല്ലപ്പെട്ടെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അറിയിച്ചു. ബെയ്റൂട്ട് ഉൾപ്പെടെ ലെബനനിലുടനീളം 1600-ലധികം വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയതായി യോവ് ഗാലന്റ് പറഞ്ഞു. വ്യോമാക്രമണത്തിൽ 1100-ലധികം ലക്ഷ്യങ്ങൾ തകർന്നു. ഹിസ്ബുള്ളയുടെ 800-ലധികം മിസൈൽ, റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളും തകർത്തു. 1835 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു. ഹിസ്ബുള്ള സാധാരണക്കാരുടെ വീടുകൾ ആയുധപ്പുരകളാക്കുന്നുവെന്ന് ഇസ്രായേൽ ആരോപിച്ചു. ഭീകരർക്കെതിരായ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെയാണ് ആരോപണം. സാധാരണക്കാരുടെ വീടുകളെ ഹിസ്ബുള്ള മിസൈൽ കേന്ദ്രങ്ങളാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഗ്രാഫിക്സ് വീഡിയോ ഇസ്രായേൽ പുറത്തുവിട്ടു. സാധാരണക്കാരുടെ വീടുകളുടെ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒളിപ്പിച്ച ദീർഘദൂര റോക്കറ്റുകളും ഇസ്രായേൽ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ റെക്കോർഡ് ചെയ്ത സന്ദേശം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇസ്രായേൽ യുദ്ധം ജനങ്ങൾക്കെതിരെയല്ല, ഹിസ്ബുള്ളക്കെതിരെയാണ്. ഇത് നീണ്ടു നിൽക്കും. ഹിസ്ബുള്ള ഭീകരർ നിങ്ങളെ മനുഷ്യപരിചയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ മുന്നറിയിപ്പ് നിങ്ങൾ ഗൗരവമായിട്ടെടുക്കണം. ഹിസ്ബുള്ള ഭീകരർക്കായി നിങ്ങളുടെ ജീവൻ കളയരുത്. നിങ്ങൾ പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ്. ഓപ്പറേഷൻ അവസാനിക്കുന്നതോടെ നിങ്ങൾക്ക് സുരക്ഷിതമായി വീടുകളിലേക്ക് തിരിച്ചു വരാമെന്നും നെതന്യാഹു സന്ദേശത്തിൽ പറയുന്നു. ബെയ്റൂട്ടിൽ നിന്നുള്ള 40 ഫ്ലൈറ്റുകൾ റദ്ദാക്കി. അതിനിടെ ഹെസ്ബുള്ള തീവ്രവാദി കമാൻഡർ നസറല്ല വിങ്ങിപ്പൊട്ടുന്ന വീഡിയോ വൈറലായി പ്രചരിക്കുകയാണ്. തീവ്രവാദികൾ 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നുഴഞ്ഞു കയറി ഇസ്രായേലികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുമ്പോൾ ഇതേ നസറല്ല സംതൃപ്തിയോടെ ചിരിച്ചിരുന്നു. പേജറുകൾ പൊട്ടിത്തെറിച്ച് 100 കണക്കിന് ഹെസ്ബുള്ള തീവ്രവാദികൾ ലെബനനിൽ കൊല്ലപ്പെട്ടത്. ഇത് ഇസ്രായേൽ രഹസ്യ പോലീസ് ഏജൻസിയായ മൊസാദിന്റെ അതീവ രഹസ്യമായ ആക്രമണമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് പിന്നീട് അതിലേക്ക് സന്ദേശം അയച്ച് സ്ഫോടനമുണ്ടാക്കുന്ന രഹസ്യ പദ്ധതിയായിരുന്നു മൊസാദ് ആസൂത്രണം ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. തന്റെ 100 കണക്കായ അനുചരന്മാർ കൊല്ലപ്പെട്ടതറിഞ്ഞ് വിങ്ങിപ്പൊട്ടുന്ന ഹെസ്ബുള്ള കമാൻഡർ നസ്രല്ലയുടെ വീഡിയോ ആണ് വൈറലായി പ്രചരിക്കുന്നത്. അന്ന് നിഷ്കളങ്കരായ ഇസ്രായേലി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഹമാസ് ഭീകരർ കൊന്നുതള്ളിയപ്പോൾ താങ്കൾ ചിരിച്ചിരുന്നില്ലേ എന്ന കമന്റോടെയാണ് നസ്രല്ലയുടെ വീഡിയോ പ്രചരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.